പ്രതിപക്ഷ പാർട്ടികളുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അനധികൃത കുടിയേറ്റക്കാരുടെ വർധനവ് ആശങ്കാജനകമായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവരല്ല രാജ്യത്തിൻ്റെ ഭാവി തീരുമാനിക്കേണ്ടത് എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് ഭാരതവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉറച്ചു നിൽക്കുന്നത്. അനധികൃതമായി രാജ്യത്തേക്ക് കുടിയേറുന്നവർ ഭാരതീയ പൗരന്മാരുടെ അവകാശങ്ങൾ തട്ടിയെടുക്കുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ ആ ആശങ്കയിൽ യാഥാർത്ഥ്യമുണ്ട് എന്നതാണ് വസ്തുത. പ്രതിപക്ഷ പാർട്ടികളായ കോൺഗ്രസും RJDയും തങ്ങളുടെ വോട്ട് ബാങ്കിന് വേണ്ടി ജനങ്ങളുടെ അവകാശങ്ങൾ തട്ടിയെടുത്ത് അനധികൃത കുടിയേറ്റക്കാർക്ക് നൽകാൻ ഗൂഢാലോചന നടത്തുന്നുണ്ട്. ബീഹാറിൽ സംഘടിപ്പിച്ച പൊതു റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കാര്യം വ്യക്തമാക്കുമ്പോൾ ഭയക്കേണ്ടത് നമ്മുടെ ഭാരതം തന്നെയാണ്. ബീഹാറിലെ ജനങ്ങളുടെ അവകാശങ്ങൾ തട്ടിയെടുക്കുവാനും വോട്ട് ബാങ്ക് വർദ്ധിപ്പിക്കുവാനും കുടിയേറ്റക്കാർക്ക് ഭാരതീയ പൗരന്മാരുടെ അവകാശങ്ങൾ നൽകുവാനും കോൺഗ്രസും RJDയും ആഗ്രഹിക്കുന്നുണ്ട്. കുടിയേറ്റക്കാരെ പിന്തുണയ്ക്കുന്നവരെക്കുറിച്ച് ബീഹാറിലെ ജനങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അനധികൃതമായി കുടിയേറിയവരല്ല രാജ്യത്തിൻ്റെ ഭാവി തീരുമാനിക്കേണ്ടത്. നുഴഞ്ഞുകയറ്റക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്കാജനകമായ ഒന്നാണ്. ബീഹാറിലെ യുവാക്കളുടെ തൊഴിൽ തട്ടിയെടുക്കുവാൻ നുഴഞ്ഞുകയറ്റക്കാരെ അനുവദിക്കില്ല. രാജ്യത്തുടനീളമുള്ള എല്ലാ അനധികൃത കുടിയേറ്റക്കാരെയും നീക്കം ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുന്നുണ്ട്. ഇതിലൂടെ ഒന്നുറപ്പിക്കാം, വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനു വേണ്ടി വരുന്നവരെയും പോകുന്നവരെയും പോക്കറ്റിലാക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസും RJDയുമൊക്കെ നരേന്ദ്രമോദിയുടെ ഈ പ്രസ്താവനയെ ഒന്ന് ഭയക്കണം. കാര്യം, വരുന്ന നാളുകളിൽ രാജ്യത്തിനകത്ത് അനധികൃതമായി കുടിയേറിയവർ രാജ്യത്തെ പൗരന്മാർക്ക് ഭീഷണിയാകുന്നുണ്ടെങ്കിൽ, രാജ്യത്തിലെ പൗരന്മാർക്ക് എതിരായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ ഈ രാജ്യത്ത് നിന്നും തുടച്ചു നീക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ചുരുക്കി പറഞ്ഞാൽ, വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനു വേണ്ടി കോൺഗ്രസും RJDയുമൊക്കെ കീശയിലാക്കി വച്ചിരിക്കുന്ന അനധികൃത കുടിയേറ്റക്കാരുടെ എല്ലാ ഉഡായിപ്പ് പ്രവർത്തനങ്ങളെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP സർക്കാരും കൂടി ചേർന്ന് തുടച്ചു നീക്കുമെന്ന് യാതൊരു സംശയവുമില്ലാതെ തന്നെ പറയാം. വെബ് ഡെസ്ക് RPTV.